ചില യാത്രകൾ നമ്മൾ പോയി വരുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്നിരുന്ന ഒരാളെയെങ്കിലും നമ്മൾ അവിടെ ഉപേക്ഷിച്ച് വരേണ്ടി വരുന്നു. അത്തരത്തിലുള്ള ഒരു കഥയാണ് എൻ്റെ ഈ ഫോളോവർ പറഞ്ഞു തന്ന അവർക്കുണ്ടായി എന്ന് പറയുന്ന ഈ അനുഭവ കഥ. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക്. അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു അവർ. അതിൽ പ്രധാനിയായിരുന്നു അഖിലും ചെറിയും. അഖിലിൻ്റെ കുടുംബ വീട് അങ്ങ് ഊട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കാമെന്ന് കരുതിയായിരുന്നു അഖിൽ ഊട്ടിയിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഏതായാലും ഞാൻ പോകുന്നതല്ലേ എന്ന് കരുതി തൻ്റെ സുഹൃത്തുക്കളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അവൻ പോകുന്ന വിവരം അറിയിക്കുകയുണ്ടായി. അവൻ പറഞ്ഞ മാത്രയിൽ തന്നെ അവൻ്റെ സുഹൃത്തുക്കളും അവനോട് പറഞ്ഞു, നീ ഏതായാലും പോവുകയല്ലേ, ഞങ്ങളും നിന്റെ കൂടെ വരാം. അല്പം തണുപ്പെല്ലാം നുകർന്ന് അവിടെ കുറച്ചു ദിവസം ചിലവഴിച്ച് നാട്ടിലെത്താമെന്ന് അവരും പറഞ്ഞു. അഖിലിന് സന്തോഷമായി. കാരണം അവന് യാത്ര ചെയ്യാൻ കൂട്ടായല്ലോ എന്ന ഒരു ആശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ അഖിൽ കാറെല്ലാം എടുത്ത് ആ സുഹൃത്തുക്കളെ ഓരോരുത്തരെയായി എടുത്ത് ആ കാറിൽ ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു. അർദ്ധരാത്രി തന്നെയായിരുന്നു അവരുടെ ഈ യാത്ര. കാരണം രാത്രി യാത്ര ഇഷ്ടപ്പെടുന്നവരായിരുന്നു അതിൽ പലരും. എന്നാൽ ജെറിക്ക് അല്പം ക്യൂരിയോസിറ്റി കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ജെറി മുൻ സീറ്റിലായിരുന്നു ഇരുന്നത്. അങ്ങനെ നാടും നഗരവും താണ്ടി അവർ ഊട്ടിയിലെ ചുരങ്ങളെ ലക്ഷ്യമാക്കി അവരുടെ വണ്ടി നീങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജെറി പറഞ്ഞത്, അല്പം വെള്ളമെല്ലാം കുടിച്ച് റീഫ്രഷിംഗ് എല്ലാം നടത്തി മുന്നോട്ട് പോകാമെന്ന്. അങ്ങനെ അവർ ഒരു വ്യൂ പോയിന്റിനടുത്തുള്ള സ്ഥലത്ത് വണ്ടി നിർത്തി. ആ പ്രദേശം അതിമനോഹരമായിരുന്നു. അവിടെ നിന്നും നോക്കിയാൽ താഴെയുള്ള എല്ലാ ഭാഗങ്ങളും കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി നിൽക്കുന്നതായി കാണാമായിരുന്നു. അങ്ങനെ അവർ അവിടെ വണ്ടി നിർത്തി. വെള്ളം കുടിച്ച് ജെറി മൂത്രമൊഴിച്ച് വരാമെന്ന് പറഞ്ഞ് ഒരു മരത്തിന്റെ താഴേക്ക് പോവുകയുണ്ടായി. എന്നാൽ വളരെ സമയങ്ങൾക്ക് ശേഷവും ജെറി അവിടെ നിന്നും തിരിച്ചു വരുന്നത് ആരും കണ്ടില്ല. പെട്ടെന്ന് അഖിൽ ചെന്ന് നോക്കുമ്പോഴായിരുന്നു ഒരു മരത്തിന് താഴെ ജെറി ഒരു സ്ഥലത്തേക്ക് തന്നെ കണ്ണു നട്ട് നോക്കി നിൽക്കുന്നത് പോലെ കണ്ടത്. അഖിൽ വന്ന് ജെറിയോട്, വാ പോകാം, കുറെ സമയമായില്ലേ, നീ എന്താ വരാത്തെ എന്നൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻ ചോദിച്ചു. എന്നാൽ അതിനൊന്നും ജെറി ഒന്നും മിണ്ടിയില്ല. പകരം ഒരു സ്ഥലത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇതിൽ എന്തോ പന്തികേട് തോന്നിയ അഖിൽ തൻ്റെ സുഹൃത്തുക്കളെ കൂടി അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് എല്ലാവരും വന്ന് ബലമായി കാറിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്തൊന്നും അവരാരോടും ഒന്നും പറഞ്ഞില്ല. ഒരു നിശ്ചലമായ ഒരു അവസ്ഥയായിരുന്നു. ജെറി പലപ്പോഴും അവരെ കളിപ്പിക്കാനായി ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളതാവാം ഇതും എന്ന് കരുതി അവർ കാറിലേക്ക് അതിശക്തമായി വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ അവനെ കാറിൽ കയറ്റിയതിനു ശേഷം അവർ വീണ്ടും ഊട്ടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. എന്നാൽ പോകുന്ന ആ വഴി മുഴുവനായി ജെറി ഒന്നും തന്നെ മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെയും ഉരിയാടാതെയും ജെറി അങ്ങനെ നിശ്ചലനായിരുന്നു. ഇതിൽ എന്തൊക്കെയോ പന്തികേട് തോന്നിയ അഖിൽ പലപ്പോഴായി സുഹൃത്തുക്കളോട് പറഞ്ഞു, ജെറിക്ക് എന്ത് പറ്റി, ജെറി എന്താണ് ഒന്നും സംസാരിക്കാത്തത്, അവനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കൂ എന്നൊക്കെ. എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾ രണ്ടുപേരും മാറി മാറി ജെറിയോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, നീ എന്താണ് ഒന്നും മിണ്ടാത്തത്, നീ കളിപ്പിക്കാതെ, ഇതൊരു നല്ല യാത്രയാണ്, നീ കാരണം ഇത് കുളമാവാൻ പാടില്ല, നമുക്ക് നല്ലൊരു യാത്ര ആസ്വദിച്ച് തിരികെ വരാമെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയം ജെറി ഒന്നും തന്നെ മിണ്ടിയില്ല. പെട്ടെന്ന് പുറകിലേക്ക് നീങ്ങി കാറിന്റെ സീറ്റിൽ തല ചായ്ച്ച് മുകളിലേക്ക് നോക്കിക്കിടന്നു. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൻ പെട്ടെന്ന് മറ്റാരുടെയോ ശബ്ദത്തിൽ ഒരു കാര്യം പറഞ്ഞത്. അത് ഇങ്ങനെയായിരുന്നു, പെട്ടെന്ന് ഇവിടെ നിന്നും പോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളാരും ജീവനോടെ പോകില്ല എന്ന്. ഇത് കേട്ട ഉടൻ അഖിലടക്കം എല്ലാവരും തിരിഞ്ഞു നോക്കി. എന്നാൽ ജെറി ആ സമയത്തും തലചായ്ച്ച് മുകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ, എന്തൊക്കെയാണ് ഇവൻ വിളിച്ചു പറയുന്നത് എന്നൊക്കെ അവർ പരസ്പരം ചോദിക്കുകയുണ്ടായി. എന്നാൽ ആർക്കും തന്നെ ഇവന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനേ പറ്റിയില്ല. അങ്ങനെ കാറ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നീങ്ങുമ്പോഴായിരുന്നു ജെറി ഒന്നുകൂടി ഇതേ കാര്യം വീണ്ടും ആവർത്തിച്ചത്. എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോയിക്കോളൂ, ഇല്ലെങ്കിൽ
ഇനി നിങ്ങൾക്ക് ആർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന്. എന്നാൽ അപ്പോഴും അവൻ പറഞ്ഞ ഈ കാര്യം കേട്ട് അവർക്ക് കുറച്ച് അത്ഭുതം തോന്നി. അവരൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവർ എത്ര വേഗത്തിൽ കാറ് പായിപ്പിക്കാൻ നോക്കിയിട്ടും കാറ് അതിവേഗത്തിലൊന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നില്ല. വളരെ പതുക്കെയായിരുന്നു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. എന്തു പറ്റിയെന്ന് പോലും അറിയാത്ത ആ അർദ്ധരാത്രി അവർ വളരെ നിസ്സഹായത നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ആ ചുരം മുഴുവൻ കയറിയിരുന്നത്. കുറച്ചകലെ ഒരു ടീ സ്റ്റോൾ കണ്ടപ്പോഴായിരുന്നു അവർക്കെല്ലാവർക്കും ശ്വാസം നേരെ വീണത്. അവരെല്ലാവരും അവിടെ ഇറങ്ങി ആ ടീ സ്റ്റോളിൽ ചെന്ന് എല്ലാവർക്കും ഓരോ ചായ പറഞ്ഞു. ആ സമയം ജെറി കുറച്ചുകൂടി ആക്റ്റീവായിരുന്നു. ജെറി പഴയതുപോലെ ആയിരുന്നില്ല, കുറച്ച് ആക്റ്റീവായി ആ കടക്കാരനോട് അവിടെയുള്ള ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും ആ ചായക്കടക്കാരനോട് എന്തൊക്കെയോ ചോദിക്കുന്നു. അവിടെ വളരെ പരിചയമുള്ള രീതിയിൽ ഉള്ള കുറച്ചു കാര്യങ്ങൾ. അത് കേട്ട് ആ ചായക്കടക്കാരൻ ജെറിയോട് ചോദിച്ചു, നിങ്ങൾ ഈ സ്ഥലത്തുള്ളതാണോ? ഇവിടെയുള്ള പ്രദേശങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായി പറയുന്നു? നിങ്ങൾ ഇവിടെയുള്ള ആളാണോ, അതോ നിങ്ങൾക്കിവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്നാൽ സത്യത്തിൽ ജെറി ഒരു കൊച്ചിക്കാരനായിരുന്നു. അവൻ കൊച്ചി വിട്ട് അധികമൊന്നും എങ്ങോട്ടും പോയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വന്നിട്ട് കൂടിയില്ല. ജോലി, വീട്, അങ്ങനെയൊക്കെയായിരുന്നു ജെറിയുടെ ഒരു ജീവിതം. ഈ കടക്കാരനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അഖിലിനും മറ്റു സുഹൃത്തുക്കൾക്കും എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിരുന്നു. അവർക്ക് അവിടെ നിന്നും പോകാൻ സമയമായതുകൊണ്ട് തന്നെ വീണ്ടും കാറിൽ കയറി അവർ മുന്നോട്ട് നീങ്ങി. എന്നാൽ വന്ന സമയത്ത് വളരെ പൊട്ടിച്ചിരിച്ചും കളി പറഞ്ഞും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ജെറി. ആ വ്യൂ പോയിന്റിൽ ഇറങ്ങിയതിനു ശേഷം മുതൽ ജെറി ആരോടും ഒന്നും മിണ്ടുന്നില്ല. ഒരുപക്ഷെ മിണ്ടുകയാണെങ്കിൽ ഈ ഒരു കാര്യം മാത്രമാണ് ജെറി പറയുന്നത്. അങ്ങനെ അവർ അഖിലിന്റെ കുടുംബ വീട്ടിലെത്തി. അന്നത്തെ രാത്രി അവരെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അർദ്ധരാത്രി അഖിൽ എണീറ്റ് നോക്കുമ്പോൾ ജെറിയെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ചെന്ന് നോക്കുമ്പോഴായിരുന്നു ജെറി ഒരു ജനവാതിലിനരികിലായി മുകളിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ തോന്നിയത്. എന്നാൽ ജെറി ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ജെറിയോട് ചോദിച്ച ചോദ്യത്തിന് ജെറി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ഇനി നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് ഞാൻ 3 പ്രാവശ്യം അവസരം നൽകി തിരിച്ചു പോകാൻ, പക്ഷേ നിങ്ങൾ തിരിച്ചു പോയില്ല. ഇനി ഞാൻ നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട അഖിലിന് കുറച്ചുകൂടി ഭയം കൂടിക്കൊണ്ടിരുന്നു. ഉടനെ തന്നെ ഉറങ്ങിക്കിടന്ന തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് അഖിൽ ഈ കാഴ്ച കാണിച്ചു കൊടുത്തു. ഇവൻ എന്താണ് പറ്റിയത് എന്നൊക്കെ അവർക്ക് പലപ്പോഴായി സംശയങ്ങൾ തോന്നി തുടങ്ങി. എന്നാൽ വീണ്ടും അവനെ പിടിച്ചു കുലുക്കിയപ്പോൾ അവൻ വീണ്ടും അവിടെ തന്നെ വന്ന് കിടന്നു. എന്നാൽ അവൻ കിടന്നത് ബെഡിലായിരുന്നില്ല, നിലത്ത് തറയിലായിരുന്നു. വളരെ തണുപ്പുള്ള മാസമായതുകൊണ്ട് തന്നെ തറയിൽ കിടന്ന് ഇനി പനിയോ മറ്റോ പിടിക്കുമെന്ന് കരുതി അവനെ എല്ലാവരും കൂടെ ചേർന്ന് കട്ടിലിൽ പിടിച്ചു കിടത്തി. അടുത്ത ദിവസം പകൽ സമയത്ത് ജെറി എല്ലാവരോടും പഴയ പോലെ തന്നെ സംസാരിക്കാൻ തുടങ്ങി. പകൽ സമയത്ത് ജെറി പഴയ പോലെ തന്നെയായിരുന്നു എല്ലാവരോടും സംസാരിച്ചിരുന്നത്. എന്നാൽ രാത്രിയാകുമ്പോൾ ജെറിയുടെ സ്വഭാവം മൊത്തത്തിൽ ഒരു മാറ്റം വരുന്നത് പോലെ അവർക്ക് തോന്നി. അങ്ങനെ അവർ 1-2 ദിവസം അവിടെ തന്നെ താമസിച്ചു. തിരിച്ചു പോരുന്ന അതേ ദിവസം രാത്രി വീണ്ടും ആ വ്യൂ പോയിന്റിനടുത്തെത്തിയപ്പോൾ ജെറിക്കുള്ളിൽ വീണ്ടും എന്തൊക്കെയോ അസ്വസ്ഥത നിറഞ്ഞു. അവൻ കൂടെയുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പല പ്രവൃത്തികളും ചെയ്യാൻ തുടങ്ങി. ജെറിക്ക് 2 അറ്റത്തും ഇരിക്കുന്ന സുഹൃത്തുക്കൾ അല്പം ഒതുങ്ങിയാണ് ആ യാത്രയിൽ ഇരുന്നിരുന്നത്. കാരണം എന്തെങ്കിലും ചോദിച്ചാൽ ജെറി അവരെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ അവർ അല്പദൂരം കൂടി മുന്നോട്ട് പോയി. ഒടുവിൽ ജെറിയുടെ വീടെത്തി. അങ്ങനെ ജെറിയെ അവിടെ ഇറക്കി അവർ തിരിച്ചു പോന്നു. അന്നത്തെ രാത്രി അഖിലിന്റെ ഫോണിലേക്ക് ജെറിയുടെ അമ്മ വിളിച്ചു പറഞ്ഞു, ജെറിക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ പോയി വന്നതിന് ശേഷം ജെറി പഴയ പോലെ ഒന്നും സംസാരിക്കുന്നില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് ഇവിടെ വരെ വരണം, ജെറിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നുന്നു എന്നൊക്കെ ജെറിയുടെ അമ്മ അഖിലിനോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി തന്നെ അവർ തിരിച്ച് ജെറിയുടെ വീട്ടിലേക്കെത്തി. ജെറിയുടെ വീട്ടിലെത്തിയതിനു ശേഷം അമ്മ പറഞ്ഞു കേട്ട കാര്യങ്ങൾ അല്പം വിചിത്രമായിരുന്നു. ജെറി അനിയനോട് വളരെ സ്നേഹമുള്ള ഒരു ഏട്ടനായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയതിനു ശേഷം ജെറി അവനോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അവനെ വല്ലാതെ ഉപദ്രവിക്കുന്നു, വല്ലാണ്ട് വഴക്ക് പറയുന്നു. എന്താണെന്ന് എനിക്ക് ഒരു അറിവുമില്ല. നിങ്ങൾ പറയൂ, അവിടെ വെച്ച് എന്തെങ്കിലും ജെറിക്ക് സംഭവിച്ചിരുന്നോ എന്നൊക്കെ. എന്നാൽ ആ സമയത്ത് അവർ ഒന്നും തന്നെ ജെറിയുടെ അമ്മയോട് പറഞ്ഞില്ല. അവനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്ത് അല്പസമയം ഉറക്കി കിടത്തി. അടുത്ത ദിവസം അവൻ ഉണർന്നപ്പോൾ ചോദിച്ചു, എന്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ, എന്ത് പറ്റി എന്നൊക്കെ. എന്നാൽ ആ സമയത്ത് ഇതെല്ലാം നോർമലായി എന്ന രീതിയിൽ ആ അമ്മയും അഖിലും സുഹൃത്തുക്കളും കരുതി തിരിച്ച് വീട്ടിലേക്ക് വന്നു.
എന്നാൽ അടുത്ത ദിവസമായിരുന്നു യഥാർത്ഥത്തിൽ ആരാണ് ജെറിക്കുള്ളിലെന്ന് അവർക്ക് മനസ്സിലായത്. അന്ന് രാത്രി തൊട്ടടുത്ത് കിടക്കുന്ന അനിയനോട് അവൻ വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചുവ നിറഞ്ഞ സ്വരത്തിലും ഭാവത്തിലും പെരുമാറി എന്ന് കൂടി അറിഞ്ഞതിന് ശേഷം ജെറിയുടെ സുഹൃത്തുക്കൾക്ക് അവനോട് വല്ലാത്ത തരം ദേഷ്യം വന്നു. അതുകൊണ്ട് തന്നെ അവന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവർക്കും താല്പര്യം തോന്നി. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു മന്ത്രവാദിയുടെ അടുത്ത് ജെറിയെ കൊണ്ടുപോയ സമയത്തായിരുന്നു ജെറിക്കുള്ളിൽ കയറിയിരിക്കുന്ന ആ പൈശാചിക ശക്തിയെ അവർ മനസ്സിലാക്കുന്നത്. ആ പൈശാചിക ശക്തി തന്നെ ആ മന്ത്രതന്ത്ര വിദ്യകൾ കൊണ്ട് തുറന്നു പറഞ്ഞു. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1980 കാലഘട്ടത്തിൽ ഊട്ടിയിലെ ആ വ്യൂ പോയിന്റിനടുത്ത് താമസിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പലതും മോഹിപ്പിച്ചും ആശിപ്പിച്ചും അവിടെയുള്ള ഒരു പ്രമാണി സ്വന്തമാക്കി. തൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ ആ പ്രമാണി ആ സ്ത്രീയെ ഒരു ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന പോലെ അവളെ വലിച്ചെറിഞ്ഞു. അതിനുശേഷം അവൾ പലപ്പോഴായി ആ പ്രമാണിയുടെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രമാണി അവളെ അതിക്രൂരമായി കൊല ചെയ്ത് ആ വ്യൂ പോയിന്റിനടുത്തുള്ള ആ മരത്തിന് താഴെയായിരുന്നു പോലും അടക്കം ചെയ്തിരുന്നത്. അന്നത്തെ രാത്രി ജെറി അവിടെ എത്തിയപ്പോൾ ജെറിയുടെ ശരീരത്തിലേക്ക് ആ സ്ത്രീയുടെ ആത്മാവ് കയറി എന്നാണ് ദുരാത്മാവ് തന്നെ ആ മന്ത്രവാദിയോടും തൊട്ടടുത്തിരിക്കുന്ന ജെറിയുടെ സുഹൃത്തുക്കളോടും അമ്മയോടും പറഞ്ഞത്. എന്നാൽ ഈ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ മന്ത്രവാദിയോട് ജെറിയിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവ് പറഞ്ഞു, ഞാൻ പോകാൻ തയ്യാറല്ല, എന്നെ കൊന്നവരെ എനിക്ക് പകരം വിടണം എന്നൊക്കെ. എന്നാൽ മന്ത്രവാദി അതിനൊന്നും സമ്മതിച്ചില്ല. ദൈവത്തിന്റെ എല്ലാ ശക്തികളും പ്രായോഗികമാക്കി ആ ആത്മാവിനെ തളയ്ക്കാനായി തീരുമാനിച്ചു. ഒടുവിൽ മന്ത്രശക്തികൾ താങ്ങാൻ കഴിയാതെ ആ ആത്മാവ് ഒഴിഞ്ഞു പോകാമെന്ന് പറയുകയുണ്ടായി. എന്നാൽ ഒരു നിബന്ധന വെച്ചു, ഞാൻ പട്ടിണി കിടന്നാണ് മരിച്ചത്. 2 ദിവസം എന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് എൻ്റെ ജീവൻ തുടിക്കെ തുടിക്കെ പോവുകയാണ് ഞാൻ മരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ വിശക്കുന്നു. എനിക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണവും വേണം. എനിക്കുള്ള ഭക്ഷണം എന്നെ അടക്കം ചെയ്ത ആ വ്യൂ പോയിന്റിന് അരികിൽ വെച്ചാൽ ഞാൻ ഈ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അവൾക്ക് വേണ്ടി നോൺ വെജ് സദ്യ തന്നെ ഒരുക്കി ആ വ്യൂ പോയിന്റിൽ കൊണ്ടുവച്ചു. ആ വ്യൂ പോയിന്റിൽ കൊണ്ടുവച്ച മാത്രയിൽ തന്നെ ഏതോ ഒരു അദൃശ്യരൂപം അവിടെ വന്ന് ആ ഭക്ഷണമായി മറഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനുശേഷം ജെറിയുടെ ശരീരത്തിൽ നിന്നും ഒരു കറുത്ത നിഴൽരൂപം നീങ്ങിപ്പോകുന്നത് പലരും കണ്ടു എന്നുകൂടി പറയുന്നു. അതിനുശേഷം ജെറി വളരെ നോർമൽ ആവുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ കൂടി അവർക്ക് അതുവഴി പോവേണ്ടതായി വന്നു. അന്നും ജെറി വളരെ ദൂരെ നിന്ന് ആ വ്യൂ പോയിന്റ് നിരീക്ഷിക്കുന്നതായി അവന്റെ സുഹൃത്തുക്കൾക്ക് തോന്നി. എന്നാൽ അവിടെ ഇറങ്ങാൻ ഒരു അവസരം കൊടുക്കാതെ ആ വണ്ടി അഖിൽ മുന്നോട്ട് പായിപ്പിക്കുകയുണ്ടായി. കാരണം ആ ആത്മാവ് ഒരുപക്ഷെ ജെറിയുടെ ശരീരത്തിൽ സുരക്ഷിത ആയിരുന്നിരിക്കാം. അതുകൊണ്ടാവാം ജെറിയുടെ ആത്മാവിനെ അവൾ സ്വീകരിച്ചത്. വീണ്ടും ഇനിയും അവൻ്റെ ശരീരത്തിലേക്ക് അവൾ എത്തുമോ എന്ന പേടി കൂടി അവർക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം മന്ത്രവാദി അത്തരത്തിലുള്ള ഒരു സൂചന കൂടി നൽകിയിരുന്നു. വീണ്ടും പഴയ ജീവിതത്തിലേക്ക് ജെറിയും സുഹൃത്തുക്കളും മടങ്ങിപ്പോയി എന്നാണ് എൻ്റെ ഈ ഫോളോവർ പറഞ്ഞു തന്ന ഈ കഥ. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടാം.